അപ്പം നുണ പറഞ്ഞിട്ടും കല്യാണം നടത്തുന്ന അല്ലേ? പണ്ടൊക്കെ കുയിൽ പോലെ പാടുമെന്ന് പറയും. ആ പാട് കുയിൽ പോലെയാണോ എന്നുള്ളത് കാക്കേ കൂടെ എവിടെയേ പാടാൻ കിട്ടുള്ളൂ. പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയാം, പെൺകുട്ടി നന്നായി പാടുമായിരിക്കും എന്ന് വിചാരിച്ച പിന്നീട് അവർക്ക് അവരുടെ പാടാൻ. അങ്ങനെ കല്യാണത്തിന് അങ്ങനെ ചെയ്യാം. ഇനി ജീവിത വൃത്തിക്ക് അടുത്തത് എന്താ പറഞ്ഞത്? വൃത്യർത്ഥയെ, ഒരു ജോലി കിട്ടാൻ. എന്ത് ജോലിയും പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം. ജോലിക്ക് നിയമിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്തും ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ, നിങ്ങൾ പഠിപ്പിച്ചു തന്നാൽ ചെയ്യാം. ഇത് വൃത്യർത്ഥയെ, അതിനു വേണ്ടി നുണ പറഞ്ഞാലും കുഴപ്പമില്ല. പ്രാണസങ്കടേ, പ്രാണസങ്കടം അപ്പം നിനക്ക് വന്നിരിക്കുന്നത്, അലർട്ടായിക്കോ. ഇപ്പം നുണ പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഗോബ്രാഹ്മണാർത്ഥേ, പശുവിനെയും ബ്രാഹ്മണനെയും രക്ഷിക്കാനും ചെയ്യാം. അതിൽ അവരുടെ ഹിംസായം നാനൃതം സ്യാദ് ജുഗുപ്സിതം ശുക്രനീതി എന്നാണ് ഇതിനെ പറയുക. അവിടെ ഒന്നും ഇല്ല. അപ്പം ഗുരുവിനെ നമസ്കരിക്കുക ചെയ്തത്. ഭഗവാനെ കാട്ടിത്തന്നതിന് നന്ദി. എന്താ ഗുരു? സത്യം വദ, ധർമ്മം ചര എന്നൊക്കെയല്ലേ അങ്ങ് എന്നെ പഠിപ്പിച്ചത്. എന്നിട്ട് ഇപ്പം പറയണു അസത്യം വദ, അധർമ്മം ചര എന്ന്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. അങ്ങ് പറയുന്നത് പോലെ അർത്ഥം, കാമം, കീർത്തി, നിത്യവൃത്തി ഇതൊക്കെ ഉറപ്പുവരുത്തണം. ഗൃഹസ്ഥന്മാർക്കുള്ള ധർമ്മം തന്നെയാണ്. ഞാനാരാ? പ്രഹ്ലാദിയാണ്. പ്രഹ്ലാദിൻ്റെ വംശത്തിൽ ജനിച്ചതാ അല്ലേ? തൂണിൽ ഭഗവാനുണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞവൻ. ആ തൂണിൽ കൂടി നരസിംഹനെ പുറത്തേക്ക് വരുത്തിച്ചവനാണ് എൻ്റെ മുത്തശ്ശൻ. അങ്ങനെയുള്ള ആ പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ച ഞാൻ ഒരു ബ്രാഹ്മണകുമാരൻ്റെ മുമ്പിൽ വഞ്ചകനാകുന്നതെങ്ങനെ? അസത്യത്തെക്കാൾ വലിയൊരു അധർമ്മമില്ല. ഭൂമി തന്നെ പറയുന്നത് കേൾക്കൂ. എന്താണ്? അസത്യത്തെ പറയുന്നവനെ ഒഴികെ ആരെയും ഞാൻ താങ്ങിക്കൊള്ളാം എന്നാണ് ഭൂമി പറയുന്നത്. അത്രയ്ക്ക് അസഹ്യമാണ് അസത്യം. ഞാൻ വാക്കുമറിയാൽ പിന്നെ അങ്ങനെ ആലോചിച്ചോക്കൂ. ഞാനിപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ വെറുതെ വിടുമോ? ഹിരണ്യകശുവിനെ പിച്ചി ചീന്തിയവനല്ലേ? എന്നെ എത്ര നേരം വേണം അദ്ദേഹത്തിന് പിച്ചി ചീന്താൻ? അതുകൊണ്ട് സത്യം ഭഗവതാ പ്രോക്തം ധർമ്മോ യം ഗൃഹമേധിനാം അർത്ഥം കാമോ യശോ വൃത്തിം യോ നഭാദേദകർഹിചിത് സചാഹം വിത്തലോഭേന പ്രത്യാചക്ഷേ കഥം ദ്വിജം പ്രതിശ്രുത്യ ദദാമീതി പ്രാഹ്ലാദിഃ കിതവോ യദ നഹ്യസത്യാത് പരോ ധർമ്മഃ ഇതീഹോവാച ഭൂരിയം സർവം സോഢുമലം മന്യേ ഹൃദീലേകപരം നരം. അതുകൊണ്ട് നുണ പറയുന്നവനെ ഭൂമി താങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം ആലോചിച്ചോളൂ ഗുരുനാഥ, ഒരു ബ്രാഹ്മണനെ പറ്റിക്കുന്നത് എനിക്ക് നരകത്തിനെ ഭയമില്ല, ധാന്യമില്ലാതാകുന്നതിൽ പരമില്ല, ദുഃഖത്തിൽ പോയി മുഴുകുന്നതിന് വിരോധമില്ല, എൻ്റെ സ്ഥാനഭ്രംശം ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ബ്രാഹ്മണനെ പറ്റിക്കില്ല. എന്നാൽ ശരി, കുറച്ച് കൊടുത്താൽ പോരെ, എന്തിനാ മുഴുവൻ കൊടുക്കുന്നത് എന്ന് ചോദിക്കണം. അല്പം കൊടുത്താൽ പോരെ എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനും ഞാൻ പറഞ്ഞു തരാം. ധനാനിയും ജീവിതമൊക്കെ, ധനവും ജീവിതമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഉത്തമൻ. കാരണം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് നശിച്ചു പോകും. നശിച്ചു പോകുന്നതിനെ എത്ര കാലം കെട്ടിപ്പിടിച്ചിരിക്കാനും? അതായിട്ട് പോണതിന് മുൻപ് നമ്മളെ കൊടുത്താൽ നമുക്കൊരു തൃപ്തിയല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമുക്ക് സങ്കടമാണ്. അതന്നെ നമ്മൾ ആർക്കെങ്കിലും അറിഞ്ഞു കൊടുത്താലോ മനസ്സിന് തൃപ്തിയാണ്. അതുകൊണ്ട് ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ദദീജി മഹർഷിയെ കേട്ടിട്ടില്ലേ? അദ്ദേഹം നട്ടെല്ലൂരി കൊടുത്തവനാ. നട്ടെല്ലൂരി കൊടുക്കുമോ ആരെങ്കിലും? ഈ ദേവന്മാർ പോയി ചോദിച്ചു, നട്ടെല്ലു തരുമോ എന്ന്. കൊടുത്തു. ശിബി ചക്രവർത്തി എന്ത് ചെയ്തു? ആ കബോധത്തിനും പരുന്തിനും വേണ്ടി തൻ്റെ ശരീരത്തിലെ മാംസം കഷ്ണമാക്കി ദാനം ചെയ്തവനല്ലേ? ദുസ്ഥിതമായ ശരീരത്തെ തന്നെ ദാനം ചെയ്തവനല്ലേ? നരകം, ദാരിദ്ര്യം, ദുഃഖം, സ്ഥാനനാശം, മരണം പോലും അസത്യത്തിൻ്റെ തുല്യമായിട്ട് എനിക്ക് ഭയം തരുന്നില്ല. മരിച്ചാൽ എല്ലാം പോകും. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഭൂമി എടുക്കുന്നല്ലേ പറഞ്ഞ എടുത്തോട്ടെ. യുദ്ധത്തിൽ ദേഹം വെടിയുന്നവർ എത്ര പേരാ? പക്ഷേ അടുത്ത് വന്ന് യാചിക്കുന്നവർക്ക് സമ്പത്ത് ത്യാഗം ചെയ്യുന്നവരെ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. ദാനം കൊടുത്ത് നശിച്ചു പോയാൽ പോലും അത് ധീരനൊരു ഭൂഷണമാണ് എന്ന് പറയാണ്. ഈ ബ്രഹ്മചാരിയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റും. തതോ വടോരസ്യ ദദാമി വാഞ്ചിതം, വടോഹോ വാഞ്ചിതം ദദാമി. ഈ കുട്ടി ചോദിക്കുന്നത് ഞാൻ കൊടുത്തിരിക്കും. എന്നിട്ട് പറഞ്ഞു, അങ്ങക്കിതൊന്നും ഞാൻ പറഞ്ഞു തരാനില്ലല്ലോ, അങ്ങാണ് പറഞ്ഞത് ഇത് ഹരിയണം. വേദവിത്തുക്കൾ അല്ലെ, വേദമറിയുന്ന ബ്രാഹ്മണ ഏതൊരു യജ്ഞമൂർത്തിയാണ് ആരാധിക്കുന്നത്. ആ വിഷ്ണു ഇന്ന് വരദനായിട്ട് വന്നിരിക്കുന്നുവോ, എൻ്റെ കയ്യിൽ നിന്നൊക്കെ പിടുങ്ങിപ്പോയി ശത്രുവായിട്ട് വന്നിരിക്കുന്നുവോ ആയിക്കോട്ടെ, ഇദ്ദേഹം എന്താണോ ആശിച്ചത് ആ ഭൂമി ഞാൻ കൊടുക്കും. ഈ വന്നിരിക്കുന്നത് മഹാവിഷ്ണു ആണെങ്കിൽ, എന്നെ ബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ഈ ബ്രാഹ്മണകുമാരന് നൽകും. ഭഗവാനാണെങ്കിൽ പൂർണ്ണകാമോസ്തി. ഞാൻ വളരെ ആഗ്രഹം, എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യമാണത്. കാരണം കൊടുക്കുന്നവൻ്റെ കൈ എപ്പോഴും ഉയർന്നു നിൽക്കും, വാങ്ങുന്നവൻ്റെ കൈയാണ് താഴ്ന്നിരിക്കുക.
ഭഗവാൻ എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് കൈ ഉയർത്തിപ്പിടിച്ചവനാ. ആ ഭഗവാൻ എൻ്റെ മുമ്പിൽ കൈ താഴ്ത്തി നിൽക്കുന്നുവെങ്കിൽ എനിക്കല്ലേ അതിൻ്റെ മഹിമ. മഹാബലിയുടെ മനോഗതം അല്ലേ, മനസ്സരളത, ഇതറിയാൻ ഇനി എന്തു വേണം? ഒരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇളക്കി നോക്കി, ഇവിടെ ഇളക്കി നോക്കി ഉറപ്പുള്ളതാണോ ദൗത്യമെന്ന് പരീക്ഷിക്കുകയായിരുന്നു ശുക്രാചാര്യർ. അതിനെ പ്രേരിപ്പിച്ചതോ സർവം ഭഗവത് പ്രേരണയൈവ നൂനം, എല്ലാം ഭഗവാന്റെ പ്രേരണ തന്നെയാ. ഇളക്കി നോക്കുക, എല്ലാ കഥകളിലുമുണ്ട് അല്ലേ. വന്നിരിക്കുന്നത് യാചകനല്ല, ശത്രുവായ വിഷ്ണു തന്നെയാണെന്ന് ആചാര്യൻ ഓർമ്മപ്പെടുത്തിയില്ലേ. മഹാബലി അതുകൊണ്ട് കുലുങ്ങിയോ? ഇല്ല. ഒന്നുകിൽ താൻ വിഷ്ണുവിനെ വധിക്കണം, അഥവാ താൻ ആഗതനാൽ വധിക്കപ്പെടണം. പക്ഷെ ഇവിടെ ഈ യാഗശാലയിൽ ഇത് രണ്ടും നടക്കാൻ പോകില്ല. യാചകന്റെ മുമ്പിൽ യാചിച്ചത് മുഴുവൻ കൊടുക്കുന്ന ഉദാത്ത ഔദാര്യമാണ് തൻ്റെ കൈ മുതൽ എന്ന് മഹാബലി ശഠിച്ചു. ഗുരു അനുസരണം എവിടെ വരെ ആവാം? ഗുരു പറഞ്ഞത് കേൾക്കണം. വ്യാസതപസ്വി ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഉത്തരം പറയുകയാണ്. ബലിയുടെ വാക്കുകൾ ഒരു കാര്യം പറയുകയാണ്: ഭയപ്പെടുന്നവനല്ല ബലിചക്രവർത്തി, വിദ്വേഷത്തിന് വിധേയനല്ല ബലിചക്രവർത്തി, മത്സരബുദ്ധി ഉള്ളവനല്ല ബലിചക്രവർത്തി, എന്തു വന്നാലും ഉദാരശീലം ബലി കഴിക്കാൻ തയ്യാറില്ല. ഇത് ഉത്തമ ഗുണമല്ലേ? ഇതല്ലേ ബലിചക്രവർത്തിയെ മഹാനാക്കിയത്? ആചാര്യൻ ചൂണ്ടിക്കാണിച്ച വസ്തുക്കൾ നിഷേധിച്ചു എന്ന് നമ്മൾ പറയരുത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ആചാര്യനെ നിഷേധിക്കാമെന്ന് മഹാബലി പഠിപ്പിച്ചു എന്ന് ധരിക്കരുത്. അതിൻ്റെ പരിണിത ഫലം എന്തായാലും അതിനെ ഹൃദയംഗമമായി സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് നമ്മുടെ മഹാബലി ശിഷ്യൻ. ഇതിൽ ആർക്കും ഒന്നും പറയാനുണ്ടായില്ല. ശുക്രാചാര്യൻ താനെ പിൻവാങ്ങി ശിഷ്യനെ കഠിനമായി ശപിച്ചു. ഉദാര മനസ്സ് നിർവീര്യമാകാൻ പാകത്തിൽ ആ മഹാമനസ്കനെ നേരിടാനാണ് വാമനൻ എളിമയോടെ അല്പമായ ആ 3 അടി മണ്ണ് ചോദിച്ചത്. സാഠ്യം കണ്ടതായ ഗുരുനാഥൻ ശിഷ്യനെ ശപിച്ചു. വാമനമൂർത്തിക്കും അത് തന്നെയല്ലേ ആവശ്യം? ഗുരു എപ്പോൾ വരെ സഹായമിരിക്കുന്നുവോ ഗുരുവാണ് ഭഗവാനെ കാണിച്ചു തന്നെ അല്ലേ. കബീർദാസ് പറയും, ഗുരു ഗോവിന്ദ് ദോവുക്കടേ കാക്കേലാകും പായി എന്ന്. ഗുരുവും ഗോവിന്ദനും വന്ന് നമ്മൾ ആരെയാ നമസ്കരിക്കേണ്ടത്? ബലിഹാരി ഗുരു ആപ്നേ ജിനു ഗോവിന്ദതി യോപത എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ കാലിൽ വീണ് നമസ്കരിക്കൂ, അദ്ദേഹമല്ലേ നമുക്ക് വഴി കാണിച്ചു തന്നത് എന്ന്. അങ്ങനെയുള്ള ആ ഗുരുവിൽ നിന്നും ഒരു ശാപം കിട്ടണം. ഗുരു കോപിച്ചു കഴിഞ്ഞാൽ ശങ്കരൻ വിചാരിച്ചാലും രക്ഷയില്ല. ദേവം കോപിച്ചാൽ ഗുരു വഴി കാട്ടാനാകാൻ സാധിക്കും. അതുകൊണ്ട് ഗർഭിഷ്ഠനായ നീ താമസിയാതെ ഐശ്വര്യത്തിൽ നിന്നും ഭ്രഷ്ടനാകുമല്ല. ഹരിയും ഭാഗവത ഗംഗയിൽ ഗൃഹസ്ഥർക്കും പ്രഭാഷകരാകാം. 60-ൽ പരം ഗൃഹസ്ഥരെ ഇതിനോടകം ഭാഗവത ഗംഗ പരിചയപ്പെടുത്തി. ദശമസ്കന്ധം മുതൽ നിങ്ങളുടെ ഊഴമായിരിക്കാം. വിളിക്കൂ 9401244048. വിന്ധ്യാവല്ലി വന്നു വെള്ളം കൊടുത്തു. ആ സമയത്തും തൻ്റെ ശിഷ്യനെ രക്ഷിക്കണേ എന്നുള്ളതാണ്. ഭാഗവതത്തിൽ ഇല്ല, മഹാഭാരതത്തിലുള്ളൊരു കാര്യം. ദാനത്തിനെ തടയാൻ പുറപ്പെട്ടു എത്രയപ്പോഴും ശുക്രാചാര്യര് ദാനമൊഴിക്കുന്ന കിണ്ടിയുടെ ഉള്ളിൽ ഒരു വണ്ടിൻ്റെ രൂപത്തിൽ പോയിരുന്നു. എന്ത് ചെയ്താലും കഴിച്ചു കൊടുക്കാൻ വെള്ളം വരില്ല. ആ സമയത്ത് വാമനമൂർത്തിക്കാണോ അറിയാത്തത്? സർവം ഭഗവാൻ അറിയുന്ന സാക്ഷിയല്ലേ. ഭഗവാൻ എന്ത് ചെയ്തു? ഏതോ തുളസിതളോ പൂവോ എന്തോ തടഞ്ഞു നിൽക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ദർഭപ്പുല്ലുണ്ട് ഒരൊറ്റ കുത്ത്. അതോടുകൂടി ശുക്രാചാര്യരോട് കണ്ണ് പോയി എന്നാണ്. ശുക്രാചാര്യരോട് കണ്ണില്ല എന്നാണ്. അപ്പം ആ കണ്ണിനെ ശരിയാക്കാൻ പറ്റില്ലേ ശുക്രാചാര്യർക്ക്? മൃതസഞ്ജീവിനി, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ ശക്തനുള്ളവൻ, ഒരു കണ്ണിനെ ശരിയാക്കിക്കൂടെ? എന്താ ശരിയാക്കാത്തത് എന്ന് ചോദിച്ചാൽ, ദാനം തടയാൻ പുറപ്പെട്ടാൽ കണ്ണ് നഷ്ടപ്പെടുന്ന ലോകത്തെ പഠിപ്പിക്കാൻ ഇപ്പോഴും ഒറ്റക്കണ്ണനായിട്ട് നടക്കുന്നുണ്ട് അത്രേ ശുക്രാചാര്യർ എന്നാണ്. അത് ഭാഗവതത്തിലില്ല കേട്ടോ, പക്ഷേ മറ്റു പുരാണങ്ങളിലുണ്ട്. വിന്ധ്യാവലി എന്ത് ചെയ്തു? വേഗം തന്നെ സർവാലങ്കാര ഭൂഷിതയായി സ്വർണ്ണക്കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് യജമാനൻ ആ ഭഗവാന്റെ കാലുകളെ സ്വയം തന്നെ വിളിച്ച് അത് തലയിലേറ്റു. ഇത് കണ്ട വാമനൻ്റെ തലയിൽ ചൊരിയാനായിട്ട് നിറച്ച് പാരിജാത പുഷ്പങ്ങളൊക്കെ റെഡിയാക്കി ദേവലോകത്തിൽ നിൽക്കുക. അവർ വാമനനെ മറന്നു. ഇവിടെ ആരാണ് പ്രധാനി? മഹാത്മാ ബലി തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഉപരിലോകവാസികളൊക്കെ ആ മഹാബലിയുടെ തലയിൽ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു, വാദ്യങ്ങൾ മുഴക്കി. 3 ലോകത്തെയും ദാനം ചെയ്തവല്ലോ ഇവൻ എന്നാണ് അവർ വിചാരിച്ചത്. ലോകം മുഴുവൻ പരിശുദ്ധമാക്കുന്ന പാദതീർത്ഥം അത് മഹാബലി ശിരസിൽ അണച്ചത്. എപ്പോ അല്പബുദ്ധി, തൻ്റെ ഇടമില്ലാത്തവൻ എന്നൊക്കെ ആരെപ്പറ്റി പറഞ്ഞുവോ അദ്ദേഹത്തിൻ്റെ കാലുകളെയാണ് മഹാബലി കഴുകി തൊണ്ടം സരസിൽ അണിഞ്ഞത്. ഭാരതത്തിൻ്റെ അമൂല്യമായ ഒരു സംസ്കാരമാണിത്. ആര് വന്നു എന്നുള്ളതിലല്ല, വന്നവനെ ആതിഥേയൻ എങ്ങനെ സ്വീകരിക്കണം എന്ന് കാണിച്ചു തരികയാണ്. ഒരുവനെ പിന്തുടരുന്നത്
അവൻ്റെ ഗുണവിശേഷങ്ങളാണല്ലോ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, കല്ലിനെ ആണെങ്കിലും നമ്മൾ ജഗദ്വ്യാപിയായ ചൈതന്യത്തെയാണ് പൂജിക്കുന്നത്. ഈശ്വരനെ ആരാധിക്കുന്ന ഭക്തി മസൃണത പൂജിക്കുന്നതിൽ പ്രദാനം ചെയ്യുന്നു. പ്രവർത്തകന്റെ മനോഭാവം അനുസരിച്ചാണ് എന്ന്. അത് തന്നെ ഇവിടെയും വന്നു. കയറിയ അതിഥിയെ ഭക്തിയാദരവോടെ സത്കരിക്കുന്നവനും ഉണ്ടാകുന്ന പവിത്ര അനുഗ്രഹങ്ങൾ ഒന്ന് അവാച്യമാണ്. മഹാബലിയാണ് അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ വാനുലകിൽ നിന്നുള്ള പുഷ്പവൃഷ്ടി മഹാബലിയുടെ തലയിൽ പതിച്ചു. ആചാര്യോപദേശം ലംഘിച്ചു എന്ന ദോഷത്തിന് മഹാബലി പാത്രമായോ? ചിന്തിച്ചു നോക്കൂ. ഏത് ദോഷത്തെയും നിഷ്പ്രഭമാക്കുന്ന പ്രവൃത്തിയാണ് പിന്നീടുണ്ടായത്. ദോഷം മങ്ങി ഗുണം ഏറ്റുപറഞ്ഞു. പുഷ്പവൃഷ്ടിയോടെ മഹാബലിയുടെ മഹാമനസ്കത നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വിന്ധ്യാവതി ജലം കൊടുത്തു. ഭഗവാൻ ഓം തത് സത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഭൂമി, ആകാശം, ദിക്കുകൾ, സ്വർഗം, അധോലോകങ്ങൾ, സമുദ്രങ്ങൾ, തിര്യക്കുകൾ, മനുഷ്യർ, ദേവന്മാർ, ഋഷികൾ എന്ന് വേണ്ട ഗുണത്രയാത്മകമായ സമസ്തവും യാതൊരുവനിൽ വസിക്കുന്നുവോ അപരിച്ഛിന്ന സ്വരൂപനായ ആ ശ്രീഹരിയുടെ വാമന രൂപം അത്ഭുതകരമാം വർദ്ധിച്ചു വന്നു. വളർന്ന് മഹാസത്വമായി തീർന്നു. അദ്ദേഹത്തെ കണ്ട് രംഗവാസികൾ അമ്പരന്നു. നമ്മൾ പറയാറുണ്ടല്ലേ, ആ വാമനന്റെ ശരീരത്തിൽ ആചാര്യൻ, ഋത്വിക്കുകള്, യജ്ഞസഭ, വിശ്വങ്ങൾ, ഭൂതങ്ങൾ, ഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ജീവാത്മാക്കൾ ഇതൊക്കെ ബലി കണ്ടു. ഒരിടത്ത് താൻ ജലം ഒഴിച്ചു കൊടുക്കുന്നതും വാമനന്റെ ആ പാദപ്രക്ഷാളനം തൻ്റെ ശിരസിൽ അണിയുന്നതും ഭൂമി ദാനം ചെയ്യുന്നതും ഭഗവാൻ ത്രിവിക്രമനായിട്ട് ഉയരുന്നതുമായ അനന്തരൂപത്തെ കണ്ടു. ആ ഭഗവാന്റെ പാദതലത്തിൽ രസാതലത്തെ, പാദങ്ങളിൽ ഭൂമിയെ, കണങ്കാലുകളിൽ പർവ്വതങ്ങളെ, മുട്ടുക്കാലുകളിൽ പക്ഷികളെ, ഊരുക്കളിൽ മരുത്തുക്കളെ, വസ്ത്രങ്ങളിൽ സന്ധ്യയെയും, ഗുഹ്യത്തിൽ പ്രജാപതിയെയും, ജഘനത്തിൽ ബലി തുടങ്ങിയ അസുരന്മാരെയും കണ്ടു. നാഭിയിലെ ആകാശത്തെ കണ്ടു, ഉദരത്തിൽ കടലുകളെ കണ്ടു, ഹൃദയത്തിൽ ധർമ്മത്തെ കണ്ടു, സ്ഥനങ്ങളിൽ സത്യത്തെ കണ്ടു. താമരയേന്ത്യ ലക്ഷ്മി മാറിടത്തിൽ, സാമഗാനങ്ങളും സമസ്ത ശബ്ദങ്ങളും കണ്ഠത്തിൽ, ഭഗവാന്റെ ഭുജങ്ങളിൽ ഇന്ദ്രാദി ദേവന്മാരും, കാതുകളിൽ ദിക്കുകളും, മൂർധാവിൽ ദ്യോവും, കേശങ്ങളിൽ മേഘങ്ങളും, മൂക്കിൽ ശ്വസനവും, കണ്ണുകളിൽ സൂര്യനും, മുഖത്ത് അഗ്നിയും, വാക്കിൽ വേദങ്ങളും, നാവിൽ വരുണനും കാണുമാറായി. ഉന്മേഷ നിമിഷങ്ങളിൽ പകലും രാവും അനുകൂലതയും പ്രതികൂലതയും, ലലാടത്തിൽ കോപവും, സ്പർശത്തിൽ കാമവും, രേതസ്സിൽ ജലവും, പൃഷ്ഠത്തിൽ അധർമ്മവും, പാദപുരോഗമനത്തിന് യജ്ഞവും, ഛായയിൽ മരണവും, ഹാസത്തിൽ മായയും, രോമങ്ങളിൽ ഔഷധികളും, നാഡികളിൽ നദികളും, നഖങ്ങളിൽ ശിലയും, ബുദ്ധിയിൽ ബ്രഹ്മവും, പ്രാണങ്ങളിൽ ഋഷികളും ദേവന്മാരും കാണുമാറായി. ആ കാൽ നീണ്ടു വന്ന് മഹാബലിയുടെ സർവാധികാര സീമയായ ഭൂമിയെ ഒരു പാദം കൊണ്ട് ചവിട്ടി. ആകാശത്തെ ശരീരം കൊണ്ടങ്ങോട്ട് നിറച്ചു. ദിക്കുകൾ കൈകളാൽ അങ്ങോട്ട് വ്യാപിപ്പിച്ചു നിന്നു. രണ്ടാമത്തെ അടി നീണ്ട് മഹർലോകം, ജനലോകം, തപോലോകം എന്നിവയെ അതിക്രമിച്ചു നിന്നു. മൂന്നാമത്തെ അടി അളക്കാൻ മഹാബലിയുടേതായിട്ട് യാതൊന്നും അവശേഷിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? ഭഗവാൻ വീണ്ടും തൻ്റെ സ്വരൂപത്തെ ബ്രഹ്മാവിൻ്റെ ചെയ്തു വെച്ചാൽ വേഗം തന്നെ വാമനൻ അളക്കാൻ പാദമുയർത്തിയപ്പോൾ ഭഗവാന്റെ തിരുവടികൾ കാണണമെന്ന് കൊതിച്ചിരുന്നതായ ബ്രഹ്മദേവൻ വേഗം തന്നെ പൂജാർത്ഥമായി ജലത്തെ ഉപാഹരിച്ചു. ഭക്തിയോടെ സ്തുതിച്ചു. പൂജാർത്ഥം സമർപ്പിച്ചതായ ആ ബ്രഹ്മാവിൻ്റെ കമണ്ഡലു ജലമാണ് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പരിശുദ്ധമായി ഭവിച്ചു. അത് ഗംഗാനദിയായി ഭവിച്ച് കീഴോട്ടൊഴുകി ശുഭ്രകീർത്തി എന്നതുപോലെ ത്രിപഥകയായി 3 ലോകത്തിലും വ്യാപിച്ചു. ഭഗവാൻ വീണ്ടും തൻ്റെ വിശ്വസ്വരൂപത്തെ മറച്ചു. വീണ്ടും വാമനനായി തീർന്നു. ബ്രഹ്മാദി ലോകന്മാർ സ്തുതിച്ചു. വേദഘോഷങ്ങൾ, ദുന്ദുവികൾ, പാട്ടുകൾ, കളികൾ എല്ലാവരും ഭഗവാനെ സേവിച്ചു. ജാമ്പവാൻ ഭേരീനിനാദേന ഭേരീനാദം മുഴക്കിക്കൊണ്ട് സർവത്ര സഞ്ചരിച്ചു. ദീക്ഷിച്ചിരിക്കുന്ന തങ്ങളുടെ ചക്രവർത്തിയെ ഭൂമിയുടെ മുഴുവൻ മണ്ണും 3 അടി മണ്ണ് എന്ന വ്യാജേന അപഹരിച്ചത് കണ്ടപ്പോൾ അസുരപ്പട ഇളകി വശായി. ശുക്രശാപമോർത്തുകൊണ്ട് ബലി സമാധാനപ്പെടുത്തി. ഇപ്പം നമുക്ക് ഗുരുത്വമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. സർവശരീരികൾക്കും ദുഃഖവും സുഖവും യഥായോഗ്യം പ്രദാനം ചെയ്യാൻ സമർത്ഥനായിരിക്കുന്ന ആ സർവേശ്വരനെ ആർക്കും ബലപരാക്രമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഇതിനു മുൻപ് യാതൊരുവനാണോ നമ്മുടെ അഭിവൃദ്ധിക്കും ദേവന്മാരുടെ നാശത്തിനും കാരണമായത്, ആ ഭഗവാൻ ഇപ്പോൾ നമ്മുടെ ക്ഷയത്തിനും
ദേവന്മാരുടെ വിജയത്തിനും കാരണമായിരിക്കുകയാണ്. ലോകം കാലത്തിന് അനീതമാണ്, സർവം കാലാധീനം എന്ന് പറഞ്ഞു കൊടുത്തു. കാലവൈഭവം ഏവരും അറിഞ്ഞിട്ടില്ലേ? അനുകൂലത്തിൽ വിജയം, പ്രതികൂലത്തിൽ പരാജയം. ഇത് അനിവാര്യമായ നീതിയാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ. എന്നും സൗഖ്യമെന്നും എന്നും ദുഃഖമെന്നും ആർക്കും ഉണ്ടാവില്ല. ഇനിയും കാലം അനുകൂലമായാൽ നമുക്ക് വിജയം കിട്ടും. എന്തു ഉദാത്ത ദർശനം! ബലി കാലതത്വ വിചക്ഷണൻ, ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നതിൽ ഇതിനേക്കാളും തെളിവുണ്ടോ? യജമാനവാക്യങ്ങൾ കേട്ടതായ അസുരപ്പട യുദ്ധം അവസാനിപ്പിച്ചു. ആ സമയത്ത് പക്ഷിരാജനായ ഗരുഡൻ തൻ്റെ സ്വാമിയുടെ ഇംഗിതം മനസ്സിലാക്കി ബലിയെ യാഗത്തിൻ്റെ സോമപാനത്തിൻ്റെ ദിവസത്തിൽ വർണ്ണപാശം കൊണ്ട് ബന്ധിച്ചു. ബന്ധനസ്ഥനായ ബലിയോട് വാമനമൂർത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ തന്നതനുസരിച്ച് 2 കാലടിയെ കൊണ്ട് ഞാൻ ഭൂമിയും സ്വർഗവും എല്ലാം അളന്നു കഴിഞ്ഞു. 3ാമത്തെ കാല് വയ്ക്കാൻ ഇടവില്ലല്ലോ. തർത്തീകം ദിശമപദം തിന്നു വിശ്വേശ്വരോസി. 3ാമത്തെ കാല് വയ്ക്കാൻ സ്ഥലം തരുമോ? നീ വലിയ വിശ്വേശ്വരനല്ലേ എന്ന്. നീ കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഞാൻ 1 കാലം കൊണ്ട് ഭൂമി അളന്നത്, 2ാമത്തെ കാലം കൊണ്ട് സ്വർഗലോകത്തെയും അളന്നത്. ഇപ്പോൾ ഗുരു ശപിച്ചിട്ടുണ്ട്, നീ നരകത്തേക്ക് പൊക്കോ. തരാമെന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്നാൽ അവന് സ്വർഗം കിട്ടുക പോലുമില്ല. പറ്റിച്ചില്ലേ നീ തരാമെന്ന് പറഞ്ഞ്? അതുകൊണ്ട് ആഢ്യമാനിയാണ്. എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിശ്വേശ്വരനാണെന്നൊക്കെ അഹങ്കരിച്ചില്ലേ? ആ നുണ പറഞ്ഞതിൻ്റെ ഫലം അനുഭവിക്കും. കുറേ കാലം നരകത്തിൽ കിടക്കുമെന്ന്. അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. വിളിക്കൂ 9400124048. കൂട്ടം തെറ്റിയാൽ വീണ്ടും കണ്ടുമുട്ടാൻ നിങ്ങളുടെ വഴികാട്ടി. അടയാളക്കോൽ ദണ്ഡിക തീർത്ഥയാത്രകൾക്ക്, സംഘയാത്രകൾക്ക്, തിരക്കേറിയ ഇടങ്ങൾക്ക് അനിവാര്യം. യാത്ര ശാന്തമാക്കൂ, കൂട്ടം ഒത്തുചേർക്കൂ, ദണ്ഡിക ഉപയോഗിക്കൂ. വിളിക്കൂ 9188182384 9400124048. നെല്ലിന്റെ ചുവന്ന ഉമിയിൽ നിന്നും തയ്യാറാക്കിയ പ്ലേറ്റുകൾ. നിങ്ങൾക്കും പ്രകൃതിക്കായി കൈകോർക്കാം. കൈ തൊടാതെ കൈമാറുന്ന പരിശുദ്ധി. ചെറിയ മാറ്റങ്ങൾ പുതിയ നാളേക്കായി. ഒറ്റത്തവണ ഉപയോഗം, ശേഷം കാലിത്തീറ്റയായോ ജൈവവളമായോ ഉപയോഗിക്കാം. 100% മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്. ഇന്ത്യയിലെവിടെയും കൊറിയർ മുഖേന എത്തിച്ചു നൽകുന്നതാണ്. വിളിക്കൂ 9188182384. ഭാഗവതഗംഗ ഒരുക്കുന്നു കൊങ്കണ ബ്രാഹ്മണരുടെ പുണ്യഭൂമിയിലേക്ക് ഒരു ഗോവൻ തീർത്ഥാടനം. ഗോവ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിൽ തകർന്ന പുണ്യയിടം, ഗോമേതകത്തിന്റെ നാട്. ഹൈന്ദവരാൽ സമ്പന്നമാണ് ഇന്ന് ഗോവ. പഞ്ചാര മണൽത്തിട്ടകളുള്ള കടൽ തീരങ്ങൾ. ഈ വേനലവധിക്കാലം മക്കളോടൊപ്പം ഇവിടെ ചിലവഴിക്കാം. ആദ്യ യാത്ര 2026 മാർച്ച് 27. തുടർന്ന് ഏപ്രിൽ 6, 16, 21, 29, മെയ് 5, 11. വിളിക്കൂ 9188182384. ഹരേ കൃഷ്ണ. ഹരി ഓം. ഭാഗവതഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര മെയ് മാസം മുതൽ ആരംഭിക്കുന്നു. രാജസ്ഥാനിലെ ആദിബദരി, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര. വിളിക്കൂ 9400124048. 9188182384.